ഗോവയിലെ വാസ്കോ ഡ ഗാമയിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വഴി തിരിച്ചു വിട്ട ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലൂടെ ഓടാത്ത ഒരു വണ്ടി 3 മാസമായിട്ട് ഇപ്പോൾ ഓടുന്നുണ്ട്. വാസ്കോ ഡ ഗാമയിൽ വേളാങ്കണ്ണിക്ക് പോകുന്ന ഒരു എക്സ്പ്രസ്. അപ്പോൾ ഇത് ശരിക്കും പോയിക്കൊണ്ടിരുന്നത് കർണാടകത്തിൽ കൂടെയാണ്, ഹൂബ്ലി ബാംഗ്ലൂർ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ദൂദ്സാഗറിലെ ഘാട്ട് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ ഈ എന്തൊക്കെയോ മേജർ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടിയും പൂർണ്ണ എക്സ്പ്രസ് ഒക്കെ റൂട്ട് ഡൈവേർട്ടഡാണ്, അതായത് ആ വഴി പോകത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ വാസ്കോ ഡ ഗാമ വന്നിരിക്കുന്നത് വേളാങ്കണ്ണിക്ക് പോവാണ്. ഈ വണ്ടിയുടെ ഇപ്പോൾ ഒത്തിരി പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒരു കിഡിലൊരു സാധനം ലോക്കോ കിടപ്പുണ്ട്. അതായത് WDG4 ലോക്കോസ് ഉണ്ടല്ലോ, ഇന്ത്യയിലേക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്തായിരുന്നു. 1997 തോന്നുന്നു. കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ WDG4 ഇവിടെ വാസ്കോ ഡ ഗാമ കിടപ്പുണ്ട്. കാണിച്ചു തരാം, വാ. കിടക്കുന്ന കണ്ടോ, അതാണ് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ WDG4 ലോക്കോ കേട്ടോ. GT46 MAC എന്ന് പറഞ്ഞ മാക്ക് എന്നൊരു സംഭവം കണ്ടോ, അതാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. ഇത് കാനഡയിൽ നിന്ന് 1997 ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ലോക്കോ ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലോക്കോ സ്ക്രാപ്പ് ചെയ്യാനൊക്കെ പോയതാണ്. അപ്പോൾ റെയിൽ ഫാൻസ് ഒക്കെ ഇടപെട്ട് അത് നിലനിർത്തിയാണ് ഇപ്പോൾ ഇത് ഓടിക്കുന്നത്. ഹൂബ്ലി ഷെഡിനെയാണ് ഇപ്പോൾ ഈ ലോക്കോ. ഹൂബ്ലി ഷെഡിനാണ് പണ്ട് ഈ ഹൂബ്ലിയുടെ ഈ ലോക്കോ ഉണ്ടായിരുന്നത്. 1997 എഴുതിയിരിക്കുന്നുണ്ടോ അതിൽ. അപ്പോൾ ഈ ലോക്കോ ഇപ്പം മെയിനായിട്ട് ഓടുന്നത് ഈ കർണാടകത്തിൽ ഈ ഘാട്ട് സെക്ഷനിൽ കൂടെയാണ് മെയിനായിട്ട് ഓടുന്നത്. അതായത് നമ്മുടെ ഈ ദൂദ്സാർ വഴിയുള്ള ഈ ഘാട്ട് സെക്ഷനിൽ കൂടെയാണ് മെയിനായിട്ട് ഓടുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരാറുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത് കേരളത്തിൽ വന്നായിരുന്നു, പക്ഷേ എപ്പോഴൊന്നും വരാറൊന്നുമില്ല. അപ്പോൾ ഈ ലോക്കോ ആണ് ഫസ്റ്റ് WDG4 ഇമ്പോർട്ട് ചെയ്തത്, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ആദ്യത്തെ EMD ക്ലാസ്സിലുള്ള ലോക്കോ ആണ് ഈ കാണുന്നത് കണ്ടോ. ഇത് ആദ്യത്തെ EMD ലോക്കോ, അതായത് ആദ്യത്തെ WDG4 ലോക്കോ ആയിട്ട് ഞങ്ങൾ റെയിൽ ഫാൻസ് ഈ ലോക്കോനെ വിളിക്കുന്നത് ഗോഡ് ഫാദർ എന്നാണ് കേട്ടോ. ഗോഡ് ഫാദർ ഞാൻ പറഞ്ഞത് ഇത് ഇമ്പോർട്ടഡ് ലോക്കോ ആണ്. ഇതേപോലെയായിരുന്നു പണ്ട് WAP5 എന്ന ലോക്കോ ഇമ്പോർട്ട് ചെയ്തത്. അത് ABB എന്ന കമ്പനിയിൽ നിന്നാണ്, സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് അത് ഇമ്പോർട്ട് ചെയ്തത്. ഇത് കാനഡയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്ത് ആദ്യം കുറച്ചൊക്കെ ഇമ്പോർട്ട് ചെയ്തായിരുന്നു, പിന്നെ അത് ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി തുടങ്ങി. ഇതിന് മൊത്തം കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ഏതോ ഗുഡ്സിനോട് ഇപ്പോൾ വന്നതാണ്. ഇതിൻ്റെ പേര് ഇതാണ്ട് ആ ലോക്കോ ആണ്, ഒരു WDG4D ലോക്കോ ആണ്. അപ്പോൾ ഇത് പേരായിട്ട് ഏതോ ഗുഡ്സിനെ കൊണ്ട് ഇവിടെ വന്ന് കിടക്കാണ് കേട്ടോ. ഇതിപ്പം മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ വല്ല ഇവിടെ തിരിച്ചു പോകും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറാൻ പോകും നമ്മൾ. വാസ്കോ വേളാങ്കണ്ണി എക്സ്പ്രസ് ഇവിടെ നിന്ന് 8:40 പുറപ്പെടുന്ന വണ്ടിയാണ്. ഇപ്പോൾ സമയം 8:06 കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ വേണ്ടി. ഈ വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത് ശരിക്കും ഗോവയിലെ ഒരു പോർട്ട് സിറ്റിയാണ്. അതായത് മടുക പോലെ തന്നെ ഒരു സിറ്റിയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മെയിനായിട്ട് ഈ ഗുഡ്സ് വരുന്ന ഒരു റൂട്ടാണ് ഈ ട്രെയിനിലെ ഈ റൂട്ട് എന്ന് പറയുന്നത്. കുറേ മോർമൊഗാവോ പോർട്ട് ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ മറ്റേ കൽക്കരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കർണാടകത്തിലെ മറ്റേ ബെല്ലാരി അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു ലൈനാണ് ഈ വാസ്കോ ഡ ഗാമയിൽ പോകുന്നത്. ഇവിടെ മെയിനായിട്ട് ഗുഡ്സ് ആണ് പോകുന്നത്. പാസഞ്ചർ ട്രെയിൻസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് വാസ്കോ ഡ ഗാമ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹുബ്ബള്ളി ഡിവിഷനിലാണ് ഈ ഒരു സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ഞാൻ വാസ്കോയിലേക്ക് വന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നേത്രാവതിക്ക് വന്ന് മടുകാവ് ഇറങ്ങി അവിടെ നിന്ന് ഗോവ എക്സ്പ്രസ്സിന് കയറിയാണ് വാസ്കോയിലേക്ക് വന്നത്. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഈ വാസ്കോന്ന് മടുകാവിലേക്ക് പോകുന്ന റൂട്ട്. കാണിച്ചു തരാം. നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നതും നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് മുന്നിൽ തന്നെ കിടപ്പുണ്ട്. S2ലാണ് നമ്മുടെ സീറ്റ് ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ലോക്കോ നോക്കണം. ഈ വണ്ടിക്ക് ഈറോഡ് വരെ ഡീസൽ ലോക്കോ കേട്ടോ. കാരണം ഇത് ഡീസൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയല്ലേ. ഈറോഡിനാണ് ഇതിന് ഇലക്ട്രിക് കയറ്റുന്നത്. അപ്പോൾ ഇത് ഏത് ഡീസൽ ലോക്കോ ആണ് നോക്കിയിട്ട് തരാം. ഇതിൻ്റെ കോച്ചുകളെല്ലാം നല്ല അത്യാവശ്യം നല്ല വൃത്തിയും പുതിയ കോച്ചുകളാണ് കേട്ടോ. കൂടുതലും 2024 മെയ്ഡ് കോച്ചുകളാണുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ടിലാണ് AC ഉള്ളത്. നമ്മുടെ ഏകദേശം നടുക്കൊക്കെ ആയിട്ട് വരും കോച്ച്. അപ്പോൾ നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസിന്റെ ലോക്കോ ഇതാണ്. കൃഷ്ണരാജപുരം ഷെഡിന്റെ ഒരു WDP4D ലോക്കോ ആണ് കേട്ടോ. 40-523. അപ്പോൾ ഈ ലോക്കോ ആണ് നമ്മളെ ഈറോഡ് വരെ നയിക്കുന്നത്. ഈ വണ്ടിക്ക് ഒരു 2-3 ആഴ്ചയായിട്ട് തന്നെ ഈ ലോക്കോ കേട്ടോ. ഞാൻ കുറേ പേരുടെ പിക്ക് കണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ക്ലീൻ ലോക്കോ ആണ്. അപ്പോൾ ഇതാണ് ഈറോഡ് വരെയുള്ള ലോക്കോ. സാധാരണ നമ്മുടെ ഇവിടെ നിന്ന് ഈ നോർത്തിലേക്ക്, അതായത് UP ബീഹാർ പോകുന്ന വണ്ടികളിലൊക്കെയാണ് ഈ AC കോച്ചുകൾ ഒരു സൈഡിലും ജനറൽ കോച്ചുകൾ വേറെ സൈഡിലും വരുന്നത്. പക്ഷേ ഇത് ഈ വണ്ടിക്ക് എന്താണെന്ന് ഇങ്ങനെ കൊടുത്തേക്കെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിന് ഏറ്റവും ഫ്രണ്ടിൽ A1 ആണ്, AC 2 ടയർ ആണ്. പിന്നെ 3 എക്കണമി ഉണ്ട്, പിന്നെ 3 ടയർ ഉണ്ട്. അതായത് 3 ടയർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ S1 S2 ഒക്കെ വരുന്നത്, സ്ലീപ്പർ വരുന്നത്. ഈ വണ്ടി റൂട്ട് ഡൈവേർട്ടായി പോവുകയാണെങ്കിലും ഇതിൻ്റെ AC ഫുള്ളാണ് കേട്ടോ. സ്ലീപ്പറിൽ വെറും 100 താഴെ വേക്കൻറ്റ് സീറ്റ് മാത്രമേ ഉള്ളൂ. end to end ഞാൻ നോക്കിയപ്പോൾ 89 സീറ്റ് വേളാങ്കണ്ണി ഒരു വേക്കൻ്റ് ആണ്. എൻ്റെ കോച്ചിലും അത്യാവശ്യം ഒരു 10-15 സീറ്റ് വേക്കൻ്റ് ഉണ്ട്.
ബാക്കി AC ഫുള്ളാണ് കേട്ടോ. AC ഫുള്ള്. വേളാങ്കണ്ണി വരെ ആൾക്കാരുണ്ട്. ഇവിടുന്ന് മടുകാവിനാണ് കൂടുതലും ആൾക്കാർ വേളാങ്കണ്ണിക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി കേട്ടോ. AC ആയിട്ട് S8 വരുന്നത് കേട്ടോ. നമ്മുടെ കോച്ച് ഏകദേശം ഏറ്റവും പുറകിലായിട്ട് വരും. അപ്പം നമ്മുടെ കോച്ച് ഇതാണ് കേട്ടോ. 2024 വീടൊരു സ്ലീപ്പർ കോച്ചാണ്. S2 കോച്ചിൻ്റെ നടുക്കായിട്ടുള്ള സൈഡ് ലെവലാണ് സീറ്റ് എടുത്തിരിക്കുന്നത്. രണ്ട് ഇവിടെ ആയിട്ട് വരും എൻ്റെ ബർത്ത് കണ്ടോ, കറക്റ്റ് നടുക്ക്. നല്ല നീറ്റ് കോച്ചാണ്. എനിക്ക് കിടിലൻ കോച്ച്, അടിപൊളി നല്ല നീറ്റ് കോച്ച്. ബർത്താണേലും എല്ലാം അടിപൊളി. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ അല്ലേ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ അറിയാമല്ലോ, നല്ല വൃത്തിയുള്ള കോച്ചാണല്ല. നമ്മളന്ന് കപൂർത്തല പോയപ്പോൾ റെയിൽ കോച്ച് ഫാക്ടറി ഉണ്ടല്ലേ, അവിടെ ഉണ്ടാക്കിയ കോച്ചാണ് കേട്ടോ. ഇതിൻ്റെ വാഷ്റൂം നമുക്കൊന്ന് നോക്കാം. വാഷ്റൂം നല്ല വൃത്തിയുണ്ട് കണ്ടോ, അടിപൊളി. സ്ലീപ്പറിലെ വാഷ്റൂം അവനക്ക് ഇടും. ഈ വണ്ടി ഡൈവേർട്ടായി ഓടുന്നെങ്കിലും AC ഒക്കെ ഫുൾ ആവാൻ കാരണം എന്ന് അറിയാം, ഇവിടെ ഈ ഗോവയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തെ പോലെ തന്നെയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ട്. കാരണം ഇവിടെ കൂടുതലും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആൾക്കാരല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലെ വേളാങ്കണ്ണിക്ക് പോകുന്നവരുണ്ട്. ഇവിടുത്തെ പല ബസ്സിലും ഓട്ടോയിലൊക്കെ വേളാങ്കണ്ണി മാതാവെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ വേളാങ്കണ്ണിക്ക് സ്ഥിരം പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ട്രെയിനാണ് ഈ വേളാങ്കണ്ണി എക്സ്പ്രസ്, വാസ്കോ ഡ ഗാമ വേളാങ്കണ്ണി. ഇത് തിങ്കളാഴ്ചയാണ് വാസ്കോന്ന് എടുക്കുന്നത് കേട്ടോ. തിങ്കളാഴ്ച എടുത്തിട്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് എത്തും. എന്നിട്ട് ചൊവ്വാഴ്ച രാത്രി ഇവിടെ നിന്ന് എടുത്ത് വേളാങ്കണ്ണിയിൽ നിന്ന് എടുത്തിട്ട് ബുധനാഴ്ച രാത്രിയിലോ വ്യാഴാഴ്ച വെളുപ്പിനെങ്ങാണ്ട് ഇവിടെ വാസ്കോയിലെത്തും. ഈ വണ്ടിയുടെ ഒറിജിനൽ റൂട്ടാണെങ്കിലും നല്ല കളക്ഷനാണ്. കാരണം ഹൂബ്ലി ബാംഗ്ലൂരൊക്കെ ടച്ച് ചെയ്ത് പോകുന്ന വണ്ടിയല്ലേ. ഹൂബ്ലി ബാംഗ്ലൂർ എന്നിട്ട് അങ്ങനെ ഈറോഡ് പോയാണ് കയറുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ നേരെ മടുകാവ്, പിന്നെ മംഗലാപുരം, പിന്നെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ. അപ്പോൾ കണ്ണൂർ വരെ ഏകദേശം നല്ല സ്പീഡിൽ പോകും തോന്നുന്നു. കണ്ണൂർ ഇതിനെ പറ്റി ഭയങ്കര പയ്യെ പോകുന്നില്ല. കാരണം നമ്മൾ ഈ പോകുന്ന റൂട്ടാണ് വേളാങ്കണ്ണിക്ക് ഇവിടെ നിന്നുള്ള ഷോർട്ടസ്റ്റ് റൂട്ട്. അപ്പോൾ ഒത്തിരി ടൈം ഉള്ളതുകൊണ്ട് ഇത് വളരെ പയ്യെ പോകത്തുള്ളൂ. അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ കയറ്റി വിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നല്ല ടൈം എടുക്കും എത്താൻ വേണ്ടി. ഇത് 5 മണിക്ക് ഈറോഡ് എത്തിച്ചാൽ മതി, വെളുപ്പിന് 5 മണിക്ക്. അത് അതിന് മുന്നേ വന്ന് കയറും, എങ്ങനെ പോയാലും നടന്നു പോയാലും അതിന് മുന്നേ കയറും. കാരണം ദൂരവും കുറവാ, സമയവും അത്ര കൂടുതലും കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. ചുരുക്കം പറഞ്ഞാൽ ഈ വണ്ടിക്ക് മടുക വിട്ടാൽ പിന്നെ സ്റ്റോപ്പ് ഈറോഡേ ഉള്ളൂ. മീൻസ് ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തും. പക്ഷേ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇവരുടെ കൊങ്കൺ റെയിൽവേയുടെ ഫേസ്ബുക്ക് പേജിൽ ഇവർ കൊടുത്തായിരുന്നു ഉടുപ്പിയിലും കുന്താപുരയ്ക്ക് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ബുക്കിംഗ് കാണിച്ചില്ല സൈറ്റിൽ. അപ്പോൾ ബുക്കിംഗ് കാണത്തില്ല, ചിലപ്പോൾ കൗണ്ടർ ടിക്കറ്റ് വഴി എടുത്ത് പോകാൻ പറ്റുമായിരിക്കും. അപ്പം മടുക ആകുമ്പോഴേക്കും വണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഇത് ബുക്കിംഗ് എല്ലാം മടുകാവെന്നാണ് കയറുന്നത് എല്ലാവരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മടുകാവെന്ന് കയറുന്നു. മടുകാവ് ആകുമ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളാവും. എൻ്റെ സൈഡ് അപ്പർ വേക്കൻ്റ് ആണ് കേട്ടോ. സൈഡിൽ ഓവർ മാത്രമേ ഞാൻ മാത്രമേ ഒഴിവിടുള്ളൂ. സൈഡ് അപ്പർ എല്ലാം വേക്കൻ്റാണ്. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. വാസ്കോ ഡ ഗാമയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വാസ്കോ ഡ ഗാമയിലൊക്കെ വരുന്നത്. വാസ്കോ ഡ ഗാമ സ്റ്റേഷനിലൊക്കെ വരുന്നത് സാധാരണ ഒരു സ്റ്റേഷനാണ്. 3 പ്ലാറ്റ്ഫോം മാത്രമുള്ളൊരു സ്റ്റേഷനാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് മെയിനായിട്ട് ഗുഡ്സാണ് പോകുന്നത്. അപ്പം അങ്ങാണ് ഇവിടുത്തെ കോച്ച് ഡിപ്പോക്കെ ഉള്ളത്. ഇവിടുന്ന് വേണ്ടുന്ന വണ്ടികളിലൊക്കെ മെയിൻ്റനൻസ് നടക്കുന്നതാണ് ആ ഭാഗത്തായിട്ടാണ്. ഇവിടുന്ന് പല ഭാഗത്തേക്ക് വണ്ടിയുണ്ട്. ഇപ്പോൾ ഈ കിടക്കുന്ന ഗോവ എക്സ്പ്രസ് ആണ്. ഗോവ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഈ വാസ്കോ ഡ ഗാമയിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന വണ്ടിയാണ്. പിന്നെ ഇവിടുന്ന് പട്നയ്ക്കുണ്ട്, പിന്നെ ജസ്ഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുണ്ട്. പിന്നെ അങ്ങനെ കുറേ അമരാവതി എക്സ്പ്രസ് ഉണ്ടല്ലോ, കൊൽക്കട്ടയിൽ പോകുന്നത്, അത് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇത് രാവിലെ വിടുന്ന മറ്റേ കുലം വാസ്കോ ഡ ഗാമ പാസഞ്ചറാണ് കേട്ടോ. അതാണിപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഗാർഡ് സെക്ഷനിലെ വർക്ക് കാരണമാണ് ഈ വണ്ടി ഇപ്പോൾ ഡൈവേർട്ടായി പോകുന്നത്. അപ്പം മറ്റേ അമരാവതി എക്സ്പ്രസ് ഉണ്ടല്ലോ, മറ്റേ ഇവിടെ നിന്ന് ഷാലിമാർന്ന് വരുന്നത്, അത് ഹൂബ്ലി വരെ സർവീസ് നടത്തുന്നുള്ളൂ ഈ ഒരു 3-4 മാസത്തേക്ക്. ഇങ്ങോട്ട് അത് സർവീസ് ഇല്ല. പിന്നെ ഈ വാസ്കോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡെയിലി വണ്ടിയാണ് വാസ്കോ ഡ ഗാമ യശ്വന്ത്പൂർ എക്സ്പ്രസ് കേട്ടോ. ഇവിടെ നിന്ന് രാത്രി ഇവിടെ നിന്ന് ഒരു വണ്ടിയാണ് യശ്വന്ത്പൂർക്ക് ഡെയിലി ബാംഗ്ലൂർക്കുള്ള ഒരു വണ്ടിയാണ്. വാസ്കോ ഡ ഗാമ സ്റ്റേഷൻ നമ്മൾ പയ്യെ പുറപ്പെട്ട് പോവുകയാണ്. നമ്മൾ ഈ വാസ്കോ ഡ ഗാമ തന്നെ മടുക പോകുമ്പോൾ ട്രെയിനിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ കടലൊക്കെ കാണാം കേട്ടോ. കടലൊക്കെ തൊട്ടടുത്തൂടെ പോകുന്ന കാണാം. കാണിച്ചു തരാം. ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടൽ കാണാൻ പറ്റും അടിപൊളിയായിട്ട്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഈ വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം എത്ര അടുത്താണ് കടലിന്, അറിയോ? ഭയങ്കര അടുത്താണ്. ഞാൻ പറഞ്ഞ കടലിൽ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും അടിപൊളിയായിട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഇരട്ടപ്പാതയുടെ ഒന്ന് വർക്ക് കിടക്കാൻ തോന്നുന്നു കേട്ടോ. കാരണം വലിയൊരു മല ഇങ്ങനെ ഇടിച്ച് ചെയ്യുന്നുണ്ടോ, അത് തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ വാസ്കോ സ്റ്റേഷൻ വിടുമ്പോൾ തന്നെ വലിയൊരു മലയുടെ ഇടുക്കി കൂടെ ആണ് നമ്മൾ ഈ പോകുന്നത്. എനിക്ക് ആദ്യം ഈ വണ്ടിക്ക് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ സൈഡ് അപ്പറാണ് 48 എന്തോ, അപ്പുറത്തെ സീറ്റ് എന്തോ. അപ്പോൾ ഞാൻ അത് ചാർട്ട് വരുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ ഈ വണ്ടിക്ക് RAC ആയിരുന്നു സ്റ്റാറ്റസ്, സ്ലീപ്പർ ഒറിജിനൽ ചാർട്ട് വരുന്നതിന് മുമ്പുള്ള സ്റ്റാറ്റസ്. അപ്പോൾ അത് ചാർട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് വേക്കൻറ്റ് സീറ്റ്സ് ഒക്കെ വരും. അപ്പോൾ ഞാൻ ചാർട്ട് വരുന്നതിന് മുമ്പ് ക്യാൻസലാക്കി. അപ്പം നമുക്ക് പകുതി പൈസ റീഫണ്ട് കിട്ടും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചാർട്ട് വന്നപ്പോഴേക്കും 89 സീറ്റ് വേക്കൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ റിസർവേഷൻ ചാർട്ട് സൈറ്റിൽ പോയിട്ട് എവിടെയാണ് സൈലോർ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് S2 ഇഷ്ടംപോലെ. എന്നിട്ട് ബുക്ക് ചെയ്യാൻ നേരത്തെ S2 പ്രിഫറൻസ് എടുത്തിട്ട് കറക്റ്റ് നടുക കിട്ടി 39. നമ്മുടെ അടുത്ത് IRCTCയുടെ കളിയെ
ഇവിടെ നിന്ന് വേളാങ്കണ്ണി വരെ പോകാൻ വേണ്ടി സ്ലീപ്പറിന് 570 രൂപ. ഇതൊരു എക്സ്പ്രസ് ട്രെയിൻ ആട്ടോ, സൂപ്പർ ഫാസ്റ്റ് ഒന്നും അല്ല. നമുക്ക് ഇവിടെ ഗോവ എയർപോർട്ട് കാണാൻ കേട്ടോ. ഗോവ എയർപോർട്ടിന് പേര് ഡബോളിം എയർപോർട്ട് എന്നാണ്. എയർപോർട്ടിന് കെട്ടിടമാണ് കാണുന്നത്. അപ്പോൾ ഗോവ എയർപോർട്ടിന്റെ റൺവേയുടെ തൊട്ടടുത്തോടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ റോഡ് കണ്ടു, ഇത് ഗോവ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ആ കാണുന്നതാണ് ഗോവ എയർപോർട്ട്. നമ്മളിപ്പോൾ സംഗ്വാൽ എന്നൊരു സ്ഥലം എത്തിയേ. ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ല, കടൽ ഒത്തിരി അടുത്ത് കാണാൻ പറ്റുന്ന പറഞ്ഞില്ലേ. നമുക്ക് അടിപൊളിയില്ലേ, നമ്മൾ ഈ ശ്രീലങ്കയിൽ കടലിൻ്റെ അടുത്തോടെ പോകുന്നവരുണ്ട്. നമ്മൾ ആ കടൽ ശരിക്കും അടുത്ത് കാണാൻ പറ്റും. നോക്ക് എന്ത് അടിപൊളിയായതൊക്കെ ഈ റൂട്ട്. വാസ്കോനെ മടങ്ങി പോകുമ്പോൾ ട്രെയിനിൻ്റെ റൈറ്റ് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളി എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. നമുക്ക് ആ കടൽ ശരിക്കും കാണാൻ പറ്റും, അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആൻഡ്രോയിഡിൽ ഇതേപോലെ NTS ആപ്പ് എടുത്തല്ല, ഐഫോണിലില്ല, ആൻഡ്രോയിഡിൽ ഇതേപോലെ NTS ആപ്പ് എടുത്തിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ 17315 എന്നാണ്. എന്നിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഡൈവേർട്ടഡ് റൂട്ടിലെ സ്റ്റേഷൻസ് കാണാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാവേ. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഡൈവേർട്ടഡ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇതിന് ഡൈവേർട്ടഡ് റൂട്ടിലെ സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നോൺ സ്റ്റോപ്പിംഗ് എന്നാണ് കൊടുത്തത്. കാരണം എങ്ങനെ നിർത്തത്തില്ലെന്നാണ് കൊടുത്തേക്കണേ. പക്ഷേ എവിടെയൊക്കെ നിർത്തും, കാരണം ഒറ്റയടിക്ക് വിട്ട് പോകത്തില്ലല്ലോ. ക്രൂസ് ചേഞ്ചിനൊക്കെ ആയിട്ട് പലയിടത്തും നിർത്തും. അപ്പോൾ ഇത് ഇവിടുന്ന് വിട്ടാൽ പിന്നെ കാർവാർ, അങ്കോല, ഗോകർ എന്നൊക്കെ പറഞ്ഞ കുറേ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മംഗലാപുരം എത്തുന്ന ടൈം 5 മണിയാണ്. അയ്യോ അത്രയും സമയം എടുക്കും. 9 മണിക്ക് മടുകാന്ന് വിട്ടാൽ വൈകിട്ട് 5 മണിക്കാണ് ഈ സാധനം മംഗലാപുരം എത്തുന്നത്. എത്ര ടൈം എടുക്കുന്നതായിരിക്കും, കാരണം അത് പയ്യെ പോകത്തുള്ളൂ വണ്ടി. പിന്നെ കാസർഗോഡ് 6:15, കണ്ണൂർ 8:30, പിന്നെ കോഴിക്കോട് 10:30, ഷൊർണൂർ 12:30, പിന്നെ കോയമ്പത്തൂർ 3 മണി. അങ്ങനെ ഇത് കൊടുത്തേക്കുന്നത്. എൻ്റെ ഈറോഡ് എത്തുന്ന ടൈം 5:15 കേട്ടോ. പക്ഷേ ഇതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ 1 മണിക്കൂർ 4 മണിയൊക്കെ ആകുമ്പോഴേ ഇത് ഈറോഡ് ഒന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മളങ്ങനെ ആ ഒരു മെയിൻ ലൈനിൽ ഒന്ന് കയറി കേട്ടോ. ഇതാണ് മജോർദ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ വാസ്കോയ്ക്കുള്ള ലൈൻ തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ മജോർദയിൽ നമ്മളെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ശകരമുള്ളൂ മടകാവ് എത്താൻ വേണ്ടി. മടകാവ് എത്തുമ്പോൾ നമ്മുടെ വണ്ടി ആൾക്കാരെല്ലാം കയറും. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഡിലേയോടുകൂടി ഇവിടെ മടകാവ് എത്തിക്കൊണ്ടിരിക്കുക. ഇനിയാണ് നമ്മുടെ കൊങ്കൺ റെയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ദുരന്തോ വരുന്നുണ്ട്. അങ്ങനെ കുറേ വണ്ടികൾ വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ഡൈവേർട്ടഡ് ആയതുകൊണ്ട് പട്ടി വിലയായിരിക്കും കേട്ടോ. നോക്കാം എങ്ങനെയാണ് വണ്ടി പോകുന്നതനുസരിച്ച് നോക്കാം. നമുക്ക് വിലയുണ്ടോ വിലയില്ല എന്നൊന്ന് നോക്കാം. എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അതിന് ഒരു ലാലാഗുഡ WTC വരാട്ടോ. മടികാവിന് നിസാമത്തിൽ പോകുന്ന ഗോവ രാജധാനി. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ആൾക്കാരൊക്കെ കയറി ഏകദേശം ഫുള്ളായി കേട്ടോ. ഒരു പകുതി മുക്കാലോളം നമ്മുടെ കോച്ച് ഫുള്ളാണ്. എന്നാലൊരു 10 സീറ്റ് എന്തോ വേക്കൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. IRCTC കാറ്ററിംഗ് വഴി ഞാൻ പാവഭാജി മേടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഉച്ചക്കൊക്കെ എന്തോ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇതിനകത്താണ് പാൻട്രി ഇല്ല, ഒന്നുമില്ല. 130 രൂപയാണ് കേട്ടോ ഈ ഒരു പാവഭാജിക്ക്. എനിക്കായാലേ ബട്ടറൊക്കെ ഉണ്ട്, ബട്ടർ. പിന്നെ അതിൻ്റെ കൂടെ സവാളയും ഈ നാരങ്ങയൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടി. മടകാവ് ഇനി എത്ര നേരം കിടക്കുമോ എന്തോ. അപ്പോൾ വന്നിട്ട് തന്നെ ഒരു 20 മിനിറ്റ് ആയി കേട്ടോ. ഇത് പയ്യേ പോകത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഡൈവേർട്ട് ട്രെയിനിൽ എടുക്കാൻ എനിക്കെന്തോ വട്ടമാണ്. ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇത് മറ്റേ റൂട്ടായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ റൂട്ട് ടൈം ഒത്തിരി ഉണ്ട്. അപ്പം ഇങ്ങനെ പയ്യെ ആസ്വദിച്ച് പയ്യെ പോവാം. രസമല്ലേ. നമ്മൾ പോകുന്ന റൂട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവ്. അതുകൊണ്ട് ഞാൻ ഒരു കുപ്പി വെള്ളവും പിന്നെ കഴിക്കാൻ കുറച്ച് ചിപ്സും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ പണി കിട്ടിയാലോ. മുംബൈക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസ് വരാൻ വേണ്ടി കിടക്കുവാണ്. അതാണ് വിടാത്തത്. 9:15 എത്തിയതാണ്. ഇപ്പം സമയം 9:37 അരമണിക്കൂർ നമ്മളിവിടെ കിടന്നിട്ട് 9:45 ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ വണ്ടിയുടെ ഡൈവേർട്ടഡ് റൂട്ടിലേക്കാണ് ഇനി പ്രവേശിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് ഈറോഡ് വരെ ഈ വണ്ടിയുടെ റൂട്ടല്ല, അത് വേറെ റൂട്ടാണ്. അപ്പം ഇനി ഈ വണ്ടിക്ക് എങ്ങനെയാണ് ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നത്, എങ്ങനെ വിടുമെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. 2 പ്രീമിയം വണ്ടി അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. ഇത് ഗോവ രാജധാനി, അതിൻ്റെ തൊട്ടപ്പുറത്ത് മുംബൈ പോകുന്ന ദുരന്തവും കിടപ്പുണ്ട്. ഈ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ ശരിക്കുള്ള റൂട്ടിൽ പോയാൽ മൺസൂൺ സമയത്തൊക്കെ പോയാൽ നല്ല അടിപൊളിയായിട്ട് ഡേ ലൈറ്റിൽ ദൂദ്സാഗർ ഫോൾസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വണ്ടി നോട്ട് ചെയ്ത് വെച്ചോ, തിങ്കളാഴ്ച ഉള്ളൊരു വണ്ടിയാണ്. ഇത് മറ്റേ പൂർണ്ണ എക്സ്പ്രസിൻ്റെ ആ സെയിം ടൈം സ്ലോട്ട് തന്നെയാണ് ദൂദ്സാഗറിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 11 മണി 11 റേറ്റിൽ ദൂദ്സാഗർ പാസ്സാകും.
നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ വന്ന് ചവിട്ടിയിരിക്കുകയാണ് ബെള്ളി കേട്ടോ. എനിക്ക് തോന്നുന്നു മരുസാഗർ വരാനാന്ന് തോന്നുന്നു, അത് ഇനി ചുമ്മാ ചവിട്ടിയാണെന്ന് അറിയത്തില്ല. റോഡിൻ്റെ ഒരു WP7 ആയിട്ടാണ് അജ്മീർ പോകുന്ന മരുസാഗർ വരുന്നത്. ഇതിന് സാധാരണ ഭഗത് കി കോട്ടിയുടെ ഒക്കെ WP7 ആയിരുന്നു. ഇത് ഇന്ന് ഈ റോഡിൻ്റെ കേട്ടോ. ഈ വണ്ടിക്കകത്തൊന്നും വലിയ ആൾ പോലും ഇല്ല, സ്ലീപ്പറിലൊന്നും വലിയ ആൾക്കാരൊന്നും ഇല്ല വണ്ടിക്കകത്ത്. ലക്ഷണം കണ്ട് നമ്മൾ കാർവാർ നിർത്താതെ സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നുന്നു കേട്ടോ. കാർവാർ ഏതാണ്ട് നമ്മുടെ ലൂപ്പ് ട്രാക്കിൽ കൂടെ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പല്ല, ചവിട്ടി ചവിട്ടി ചവിട്ടി. ഇത് എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഒന്ന് എടുത്തിട്ടായിരിക്കും പോകുന്നത്. ഒരു ഗുഡ്സ് വരാനുണ്ടായിരുന്നു കേട്ടോ, അതാണ് നമ്മളിവിടെ പിടിച്ചത്. അങ്ങനെ ആ ഗുഡ്സ് ട്രെയിൻ വരുന്ന ആ ഷോട്ട് നല്ല ഭംഗിയായിരുന്നല്ലേ കാണാൻ വേണ്ടിയിട്ട്. മഴയുള്ളപ്പോൾ നമ്മൾ 1-2 തവണ കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കുക ഇതേപോലെ. മഴയുള്ളപ്പോൾ വന്ന് അവിടെ നിന്ന് ട്രെയിൻ വരുന്നത് എന്ത് ഭംഗിയല്ലേ. ഈ വാഗൻ്റെ പേര് BCNHL എന്നാണ് കേട്ടോ. ഈ BCNHL വാഗൺ വെച്ചുള്ള ഗുഡ്സ് ട്രെയിനൊക്കെ വളരെ കുറവാണിപ്പം. പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വളരെ കുറവാണ്. പുള്ളി ഇതേണ്ട പുറത്തുനിന്ന് ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ട് ഫുഡിൻ്റെ. അപ്പം ഞാൻ ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. കൊണ്ടുവരികയായിരിക്കും, എന്തെങ്കിലും ബാഗ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പെട്ട് വേറെ ഈ പോകുന്ന വഴിക്കൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഗോകർണയിലുണ്ട് പിടിച്ചിട്ട്. ഗോകർണ റോഡ് സ്റ്റേഷനിലെ ഏത് വണ്ടി വരാനെന്ന് അറിയത്തില്ല. ഇതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എല്ലാ സ്റ്റേഷനും നിർത്തി നിർത്തി ഒരു ചായ അടിച്ചിട്ട് പോകാനുള്ള സമയം കാണും. വന്ദേ ഭാരത് വരാൻ വേണ്ടി നമ്മളിവിടെ ഒരു 15 മിനിറ്റ് പിടിച്ചിട്ട്. നമ്മളിവിടെ ഭട്കൽ പിടിച്ചിരിക്കുന്നത് മറ്റേ SMVT ബംഗളൂരു മുരുടേശ്വർ എക്സ്പ്രസ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി LSB ആവുകയാണ്. ഇതിനു മുമ്പ് LSB ആവുന്നത് ഈ വണ്ടിയും മറ്റേ കണ്ണൂർ ബംഗളൂരു എക്സ്പ്രസ് ഉണ്ടല്ലോ, സുബ്രഹ്മണ്യ വഴിയുള്ള, അതും LSB ആവുക. അത് മെയ് 7-ാം തീയതി LSB ആവും. അത് കഴിഞ്ഞിട്ട് ഉടനെ ഈ വണ്ടി LSB ആവും. കാരണം ഈ രണ്ട് വണ്ടിക്കും പരസ്പരം റേറ്റ് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് ഇത് LSB ആവും. ഇത് മെയ് 10-ാം തീയതി ആവുന്നു LSB ആവുന്നത്.
ആയിട്ട് അനുവദിച്ചിട്ടുള്ള 2 സ്റ്റോപ്പിൽ ഒരെണ്ണമാണ് ഈ കുന്താപുരം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഈ കുന്താപുരം നിന്നും ബുക്കിംഗ് ഇല്ല. മീൻസ് നമുക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇനി ഡയറക്റ്റ് കയറി ടി ഒക്കെ ഇതുവരെ TT വന്നിട്ടില്ല നമ്മളെ കോച്ചിൽ. അതാണ് മെയിൻ കാര്യം. അറിയത്തില്ല എങ്ങനെയാണ്. പക്ഷേ സ്റ്റോപ്പുണ്ട് ഇവിടെ കുന്താപുരം ഉടുപ്പിയിൽ സ്റ്റോപ്പുണ്ട്. TT ഇതുവരെ കണ്ടുപോലുമില്ല കേട്ടോ. TT ഒക്കെ വരുമോ എന്തോ ആർക്കറിയാം. ഇനി മംഗലാപുരം ഇങ്ങനെയായിരിക്കും വരുന്നത്, ആർക്കറിയാം വരുമോ. ഇങ്ങനൊരു വണ്ടി ഡൈവേർട്ടായി ഇതിലെ വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ഇവിടുത്തെ പബ്ലിക്കിനൊക്കെ അറിയുമെന്ന് തന്നെ ആർക്കറിയാം. എനിക്ക് തോന്നുന്നില്ല അറിയുമെന്ന്. അറിയെങ്കിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. ബർക്കൂർ എന്നൊരു സ്റ്റേഷനിലുണ്ട് പിടിച്ചിട്ടേക്കുക. മറ്റേ കൊച്ചുവേളി ലോക്മാന്യത്തിലെ സൂപ്പർ ഫാസ്റ്റ് വരാൻ വേണ്ടി. ആ വണ്ടി ഉടുപ്പി ആകുന്നേ ഉള്ളൂ. ഉടുപ്പിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണിത്. ലോക്മാന്യത്തിലെ സൂപ്പർ ഫാസ്റ്റ് പോയപ്പോഴേക്കും വണ്ടി ഇവിടെ നിന്ന് എടുത്തു. നമുക്ക് ഫുഡും കിട്ടി കേട്ടോ. ചിക്കൻ ബിരിയാണി. ഇവിടെ ഈ വണ്ടിക്ക് ഇവർ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആരും കയറാനൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കും ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ഓടുന്നുണ്ടെന്നില്ലേ കൂടി. ഈ വണ്ടിയുടെ NTSൽ കൊടുത്തിരിക്കുന്ന ടൈം പ്രകാരം നമ്മളിപ്പോൾ ഒത്തിരി നേരത്തെ കേട്ടോ മംഗലാപുരം എത്താൻ പോകും. നമ്മളിപ്പോൾ ഉടുപ്പി ഇന്നഞ്ചേരി എന്ന സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണോ എന്തോ അത്ര നേരത്തെ വരുന്നത്. ഇനി എവിടെയൊക്കെ കൊണ്ട് പിടിച്ചിടുമായിരിക്കും കുറേ നേരമൊക്കെ. കേരളത്തിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ പോകുന്ന ആ ഒരു സ്ലോട്ടെന്ന് പറയുന്നത് മംഗലാപുരത്ത് നിന്ന് വിടുന്ന വണ്ടികളും കണ്ണൂരിൽ നിന്ന് വിടുന്ന വണ്ടികളുടെയൊക്കെ സ്ലോട്ടാണ്. അപ്പോൾ അതിനിടയ്ക്കൂടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ മിക്കവാറും എവിടെയെങ്കിലും ഒതുക്കി കയറ്റി വിടും എല്ലാത്തിനും. ഇതിൻ്റെ ഒറിജിനൽ റൂട്ട് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കാഴ്ചകൾ ഒത്തിരി ഉള്ളത്. ഇതിനായിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഓടാത്തൊരു വണ്ടി പോകുന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ വണ്ടിയിൽ കയറിയത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റൂട്ടാണ് മറ്റേ ദൂദ്സാഗർ ഹൂബ്ലി വഴി പോകുന്നത്. അതൊക്കെയാണ് ആ റൂട്ടാണ് കൊള്ളാവുന്ന റൂട്ട്. പിന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. റെയിൽവേയുടെ NTS ആപ്പിൽ ഇവർ ടൈമിംഗ് കൊടുത്തനുസരിച്ച് നമ്മൾ മംഗലാപുരം ജംഗ്ഷനിൽ എത്തേണ്ടത് 5 മണിക്കാണ്. ഇപ്പോൾ സമയം വെറും 3 മണി ആയതേ ഉള്ളൂ കേട്ടോ. അയ്യോ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഇനി ആ ടൈമിംഗ് ഉള്ളതാണോ എന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ സുറക്കലെത്തി. ഈ മറ്റേ മത്സ്യഗന്ധ വരാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കുക. 2 മണിക്കൂറൊക്കെ കൊണ്ട് പിടിച്ചിട്ടായിരിക്കും, അറിയില്ല, നോക്കാം. LSB ആയി പിന്നെ മത്സ്യഗന്ധി ആദ്യമായിട്ടാണ് കേട്ടോ സ്പോട്ട് ചെയ്യുന്നത്. നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസിൻ്റെ റേക്കാണ്. അടിപൊളി പുതുപുത്തൻ AC കോച്ചുകൾ, സൂപ്പർ അല്ലേ. എല്ലാം പുതിയ കോച്ചുകളാണ്. നമ്മളന്ന് കയറിയ ആ സെയിം റേക്കാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം 24 മീഡാ. ഈ റേക്ക് വെച്ച് തിരുവനന്തപുരം മംഗലാപുരം ഓടുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ആ റേക്ക് ഈ കൊങ്കണിലൂടെ ഓടുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കായിരുന്നു പരാതി. കാരണം ഭയങ്കര മോശം കോച്ചുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞാണ് മെയിനായിട്ട് ഇതിന് കിട്ടിയത്. കാരണം കുറേ വാർത്തയും ഇവിടുത്തെ ഈ ലോക്കൽ ന്യൂസ് പേപ്പറിലൊക്കെ കുറേ വാർത്ത വന്നായിരുന്നു ഈ ഒരു വണ്ടിയെ പറ്റി, മത്സ്യഗന്ധ പഴയ കോച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാലും ഇപ്പോൾ ഉള്ളത് അടിപൊളി സംഭവമാണ്.
ബുധവാരം ജംഗ്ഷനിൽ പോവാതെ ഈ ഉടുപ്പി ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾക്ക് നേരെ സുബ്രഹ്മണ്യ വഴി ഹാസൻ പോകുന്ന ഒരു ലൈനാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് മംഗലാപുരം ജംഗ്ഷൻ ബൈപ്പാസ് ചെയ്യുന്ന വഴി പഞ്ചഗംഗ എക്സ്പ്രസ് എന്ന ആ വണ്ടിയൊക്കെ പോകുന്ന ഈ ഒരു ട്രാക്കിൽ കൂടാണ്. മെയിനായിട്ട് ഈ ഗുഡ്സിന് പോകാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ മംഗളൂരു ജംഗ്ഷനിലെത്തി. ഇവിടെ ഇനി എത്ര മണിക്കൂർ ഇടുമെന്നാണ് കാണേണ്ടത്. ഇതിൻ്റെ NTS ടൈം ഞാൻ പറഞ്ഞില്ലേ 5 മണിയാണ്. നമ്മൾ 3:35 ആയപ്പോഴേ വന്ന് കയറി. ആ ടൈം കറക്റ്റ് ആണെങ്കിൽ 5 മണിയോടെ കിടക്കും. നമ്മുടെ വണ്ടിയിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറയുമോ, മടുക വിട്ട പിന്നെ ഈ വണ്ടിയിൽ ആള് കയറുന്ന ഇനി ഈറോഡ് വെച്ചിട്ടാ. അതിനിടയ്ക്ക് ഒരു സീസണിൽ ആള് കയറത്തില്ല. അതാണ് മെയിൻ പ്രത്യേകത. ഈറോഡ് ആവാതെ ഇതിനകത്ത് ഇനി ഒറ്റ മനുഷ്യൻ പോലും കയറത്തില്ല, അറിയോ. ഇതിന്റെ ജനറലി നോക്ക ആരും ഇല്ല കണ്ടോ. ടിക്കറ്റ് പോലും കൊടുക്കുന്നുണ്ടാകത്തില്ല. ആര് കയറാണെന്ന് എനിക്ക് ഒറ്റ മനുഷ്യന്മാരല്ലേ ഇതിന്റെ ജനറൽ കോച്ചില്. ഫുള്ള് കാലി എന്ന് വെച്ചാൽ ഫുള്ള് കാലി. 4 ജനറൽ ഉണ്ട് പുറകില്, ഒന്നിലും ആരുമില്ല. ഇത് സുബ്രഹ്മണ്യന് മംഗളൂരു സെൻട്രൽ വരെ പോകുന്ന പാസഞ്ചർ ആണേ. ഈ ലോക്കോ ഇല്ലേ, ഈ ലോക്കോ വൈകിട്ട് ഇവിടെ നിന്ന് പോകുന്ന മുരുടേശ്വർ SMVT ബംഗളൂരു എക്സ്പ്രസിന്റെ ലോക്കോ ആണ്. അപ്പോൾ അത് രാവിലെ ഇവിടെ വന്നിട്ട് ഈ വണ്ടിക്ക് പോയിട്ട് തിരിച്ചത് മംഗലാപുരം പോയിട്ട് മറ്റേ ബാംഗ്ലൂർ വണ്ടിക്ക് കയറി പോകും. സ്ഥിരം അങ്ങനെ ഞാൻ പലവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് പറഞ്ഞ കേട്ടോ. നമ്മൾ 3:56 ആയപ്പോൾ ഇവിടെ മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ആ NTS ആപ്പിൽ കൊടുത്തേക്കുന്ന സമയം വെറുതെ ആട്ടോ. അല്ലെങ്കിൽ 5 മണി വരെ കിടക്കേണ്ടതല്ലേ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങ് പോകാൻ തോന്നുന്നു. ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ വണ്ടി 5 മണി റേഞ്ചിലാണ് മംഗലാപുരം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും നേരത്തെ എത്തുന്നത്. 4 മണിക്ക് മുന്നേ സംഭവം ഇവിടെ എത്തി പുറപ്പെട്ട്. ഭയങ്കരം തന്നെ. ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിൽ കയറി അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടുകയായിരിക്കും. ഇങ്ങനെ നോക്കിക്കോ, കുറേ വണ്ടികളുള്ള സമയമല്ലേ. മറ്റേ പാസഞ്ചർ സ്റ്റിൽ ഇവിടെ കിടക്കുവാണ് കേട്ടോ, അത് വിട്ടിട്ടില്ല. ആ പാലത്തിൽ കൂടി ആ ഡീസൽ എഞ്ചിൻ വെച്ചിട്ട് ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ടോ. ഈ പാലം പകുതിയാകുമ്പോൾ എല്ലാ ട്രെയിനും ടുവാർഡ്സ് കാസർഗോഡ് സ്പീഡ് എടുത്ത് തുടങ്ങും കേട്ടോ. എനിക്ക് സ്പീഡ് എടുക്കുന്നുണ്ടോ. WAP7 പോലെ തന്നെയാണ് ഈ ഡീസലിൻ്റെ ഈ WDP-40 പോലെ. അങ്ങനെ നമ്മുടെ വാസ്കോ വേണാഗിരി എക്സ്പ്രസ് ആയിട്ട് കേരളത്തിൽ കയറാത്ത വണ്ടിയാണ്. അതിപ്പോൾ കേരളത്തിൽ കയറി 5 ദിവസം കഴിഞ്ഞാണ് കേട്ടോ. കാസർഗോഡ് ഇതിന് നിർത്തുമെന്ന് അറിയത്തില്ല. കണ്ണൂർ കോഴിക്കോടൊക്കെ എന്തായാലും നിർത്തുമായിരിക്കും കേട്ടോ. കാസർഗോഡ് നിർത്തും നമുക്ക്. കാസർഗോഡ് നല്ല അടിപൊളിയായിട്ട് സ്കിപ്പ് അടിച്ച് ഈ വണ്ടി പോയി കേട്ടോ. കണ്ണൂരെങ്കിലും ചവിട്ടുമായിരിക്കും. കാസർഗോഡ് നമ്മൾ സ്കിപ്പ് അടിച്ച് പോയി കൊള്ളാം. ഇതങ്ങ് വിട്ടുപോകും, കാരണം ഇതിന് മുന്നിലോ പുറകിലോ വണ്ടിയൊന്നും ഇല്ല. ഇനിയുള്ള വണ്ടി പുറകിലുള്ളത് 5:30 വിടുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് മംഗലാപുരത്ത് നിന്ന് വിടുന്നത്. മുന്നിലും വേറെ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ടങ്ങ് വിട്ടുപോയി വണ്ടി. നമ്മുടെ വണ്ടി വെച്ചങ്ങ് വിടുക കേട്ടോ. നമ്മളിപ്പോൾ ബേക്കൽ ഫോർട്ട് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഒത്തിരി നേരത്തെ കേട്ടോ. നമ്മൾ 5 മണിക്ക് ഈറോഡ് എത്തിയാൽ മതി. എന്തിനാ 5:30 മംഗലാപുരത്ത് നടക്കുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് 1:30 ഈറോഡ് എത്തും. അപ്പോൾ ഇത് അതിനേക്കാട്ട് നേരത്തെ നമ്മൾ പോയതല്ലേ. നമ്മൾ ഇത് തേപ്പ് കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. നിൽക്കി വെയിറ്റ്. പഴയങ്ങാടി സ്റ്റേഷനിൽ പയ്യെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം സ്പീഡ് നോക്കിയിട്ടുണ്ട്. തേപ്പ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ കണ്ണൂർ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക. കണ്ണൂർ നമ്മൾ സാധാരണ മറ്റേ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുന്നത്. ഇത് എനിക്ക് ഒന്ന് 2-ലാണ് തോന്നുന്നു കയറ്റുന്നത്. അപ്പോൾ 2 ലൂപ്പ് ട്രാക്കാണ്. അപ്പോൾ ഇനി ഏലും വണ്ടിയൊക്കെ കയറി പോവുമായിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് മറ്റേ കണ്ണൂർ യശ്വന്ത്പൂരൊക്കെ ഉണ്ട്, അത് കയറിപ്പോവും. അത് ഇവിടെ നിന്ന് വിടുന്നതാണ്, അത് പോവും. പുറകെ ഏലും വണ്ടി ഉണ്ടെങ്കിൽ അതും കയറിപ്പോവും. അപ്പം ഇനി തേപ്പൊക്കെ പയ്യെ പയ്യെ തുടങ്ങും.
5:37 ആയപ്പോൾ നമ്മൾ കണ്ണൂർ സ്റ്റേഷനിൽ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് കയറ്റി കേട്ടോ. ഇപ്പുറത്ത് കിടക്കുന്ന കണ്ണൂർ യശ്വന്ത്പൂരാണ്, അത് 3 കിടപ്പുണ്ട്. പിന്നെ അതെടുത്തിട്ട് നമ്മൾ എടുക്കുമായിരിക്കും. ഇത് കണ്ണൂർ നിർത്തുമല്ല കേട്ടോ, കണ്ണൂർ സ്കിപ്പ് ചെയ്ത് പോവാ. സിഗ്നൽ ഓറഞ്ച് അങ്ങ് മുന്നിൽ. അതായത് നമ്മൾ കണ്ണൂർ നിർത്തുമല്ല, കണ്ണൂർ നമ്മൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ കൂടി സ്കിപ്പ് ചെയ്ത് പോവാണ്. ചുരുക്കത്തിൽ പറഞ്ഞ ഈ വണ്ടി ഓവർടേക്ക് അടിക്കാൻ തോന്നുന്നു, പക്ഷെ നമ്മളെ മിക്കവാറും ഈ വണ്ടി കയറി പിന്നെ ഓവർടേക്ക് അടിക്കും. സംഭവിക്കാൻ പോകുന്നതാ. കണ്ണൂർ യശ്വന്ത്പൂർ ഇവിടെ കിടക്കുക കേട്ടോ. അത് മിക്കവാറും നമ്മളെ അടുത്ത ഏടിൽ ഒതുക്കിയിട്ട് ഇത് കയറിപ്പോകും. കാരണം ഇതാദ്യം പോകേണ്ടതാ. കൃഷ്ണരാജപുരത്തിൻ്റെ WAP സാധനമാണ്. എന്തുമല്ല ഈ വണ്ടി ശരിക്കും കൊള്ളാം കേട്ടോ. നമ്മളിപ്പോൾ കാസർഗോഡ് സ്കിപ്പ് അടിച്ചു, കണ്ണൂർ സ്കിപ്പ് അടിച്ചു. ഇനി സ്കിപ്പ് അടിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പുറകിൽ വണ്ടിയുണ്ട്, അത് കയറും, ഉറപ്പായിട്ടും കയറാണ്ടിരിക്കത്തില്ല. ആ വണ്ടി 6 മണിക്ക് വിടുന്ന വണ്ടിയാണ്. നമ്മൾ 5:40 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അത്രയും നേരത്തെ കൊണ്ടിടണ്ടെന്ന് വെച്ചിട്ടായിരിക്കും നമുക്ക് ക്ലിയറൻസ് തന്നത്. നല്ല അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ചൂടിൽ ശമനമായിട്ട് മഴ വരുന്നുണ്ട്. പക്ഷെ മഴ ചെയ്താൽ വീണ്ടും ചൂടെടുക്കും. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അവിടെ വീട്ടിൽ വെച്ചപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തും അവിടെ എല്ലാം മഴയായിരുന്നു കേട്ടോ. ഈ ഭാഗത്ത് മഴ പെയ്ത് വരുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക, ഇത് ഏതാണ് ഈ വണ്ടി ഇതൊക്കെ പോലെ പോകുന്നത്. നമ്മളിപ്പോൾ തലശ്ശേരി സ്കിപ്പ് അടിച്ചോണ്ടിരിക്കുക കേട്ടോ. പയ്യെ സ്കിപ്പ് ചെയ്ത് എനിക്ക് അവിടെ റെഡ് കിടക്കാൻ തോന്നുന്നു, അതുകൊണ്ട് അന്ന് പയ്യെ കൊണ്ടുപോകുന്നത്. അയ്യോ, അങ്ങനെ ഫൈനലി മഴ തുടങ്ങി കേട്ടോ. നമ്മുടെ മാഹി സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ വളരെ പയ്യെ എടുത്ത് പോകുന്നു കേട്ടോ. ഇനി വളരെ പയ്യെ പോകത്തുള്ളൂ, കാരണം ഇഷ്ടംപോലെ സമയം കിടപ്പുണ്ട്. നല്ല അടിപൊളി മഴയും തുടങ്ങി കേട്ടോ. കിടിലൻ മഴയാണ്. അയ്യോ, ഇത്രയും നേരം ചൂടായിരുന്നു, ഇപ്പോൾ ഒരു ശമനമായി. ഭയങ്കര ചൂടായിട്ടോ. ഇപ്പോൾ അടിപൊളി മഴയും തുടങ്ങി. സൂപ്പർ, നല്ല അടിപൊളി മഴ കേട്ടോ. മഴയുണ്ട്, കാറ്റുമുണ്ട്. കിടിലൻ മഴ, അതെന്ന് വെച്ചാൽ കിടിലൻ മഴ. കുറേ നാളായി മഴ എന്നിട്ട്, അതുകൊണ്ട് ഈ മഴ കൊണ്ട് ഇവിടെ നിൽക്കാൻ നല്ല സുഖം. ഇത്രയും നേരം കഴിഞ്ഞ് തണുത്ത കാറ്റടിക്കുമ്പോഴേ അടിപൊളി. ചൂട്, വെള്ളം വരെ ചൂടാ ബാത്റൂമിനകത്തൊക്കെ. മഴ പെയ്ത് കഴിയുമ്പോൾ പിന്നെ ക്യാമറയിൽ ഒടുക്കത്തെ ഭംഗി കേട്ടോ. നമ്മളിങ്ങനെ ഓരോ സ്റ്റേഷനാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചവിട്ടും കേട്ടോ. ഓരോ സ്റ്റേഷനിൽ ചിലപ്പോൾ ഒന്ന് നിർത്തും, അല്ല ചിലപ്പോൾ പയ്യെ പോകും. അങ്ങനെയാണ് നമ്മുടെ വാസ്കോ വേളാങ്കണ്ണി എക്സ്പ്രസ് പോകുന്നത്. നമ്മളിപ്പോൾ വടകര എത്തി കേട്ടോ. ഇവിടെ ട്രെയിനിലൊക്കെ കയറാൻ ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. ഏതോ ഒരു വണ്ടി വരാനുണ്ട് കേട്ടോ, അതാണ് ഇത്രയും ആൾക്കാർ. കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. എല്ലാവരും നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ നോക്കും, ഇത് ഏതാ ഈ വണ്ടി, ഡീസലും വെച്ചോട്ട് പോകുന്നത് ഈ വണ്ടി ഏതാ, ഇങ്ങനെ നോക്കിക്കോട്ട് നിൽക്കുക എല്ലാവരും. മഴയൊക്കെ പെയ്തപ്പോൾ ട്രാക്കും പ്ലാറ്റ്ഫോമൊക്കെ തിളങ്ങുന്നു. ഈ WDP4 ആക്സലേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. കീട്ടിലും വിടിലാണ്. T7 മാതിരി തന്നെ. നോക്ക്, സ്പീഡ് എടുക്കുന്നുണ്ടോ സാധനം. ഇതിലെന്തോ ഭാഗ്യത്തിന് ഓൺ ബോർഡ് കാറ്ററിങ്ങിൻ്റെ ആൾക്കാരുണ്ട്. ഇപ്പോൾ വൈകിട്ട് വന്നിട്ട് ഓർഡർ എടുത്തിട്ട് പോയി. ചിക്കൻ കറി, പൊറോട്ട, മുട്ടക്കറി, പൊറോട്ട എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ മുട്ടക്കറി പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്തു. അതില്ലായിരുന്നെങ്കിൽ പെട്ടുപോയതാട്ടോ. ഉള്ള കാര്യം പറയാനില്ല. കാരണം ഇതൊന്നും നിർത്തുന്നുമില്ല. കണ്ണൂർ നിർത്തിയില്ല, കാസർഗോഡ് നിർത്തിയില്ല, എങ്ങും നിർത്തിയില്ല, ഇനി കോഴിക്കോട് നിർത്തുമെന്ന് ആർക്കറിയാം. ഇതിനായിട്ടും പുറയിലുള്ള വണ്ടി ഓട്ടോ അടിക്കാൻ വേണ്ടി പോയി വണ്ടി ഒതുക്കിയിട്ടില്ല. അതേണ്ട നമ്മുടെ തേപ്പ് തേണ്ട് പയ്യെ തുടങ്ങാമാണ്. വെസ്റ്റ് ഹിൽ സ്റ്റേഷനിലെ ലൂപ്പ് ട്രാക്കൊക്കെ ഉണ്ട്, നമ്മൾ ഒതുക്കി കേട്ടോ. അപ്പോൾ ഇനി പുറകെ വരുന്ന വണ്ടികളാക്കി കയറി പോകും. നമ്മുടെ ബാക്കിലുള്ള വണ്ടി എന്ന് പറയുന്നത് മറ്റേ കണ്ണൂർ യശ്വന്ത്പൂർ. അത് കുറച്ച് ദൂരമുണ്ട്. അത് 7:30 കോഴിക്കോട്. നമ്മളിപ്പോൾ 7 മണി ആയതേ ഉള്ളൂ. ഇനി അരമണിക്കൂർ കിടക്കുമെന്തോ. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. അരമണിക്കൂറായി. നമ്മളിപ്പോൾ ഏകദേശം 7:15 ഇനിയിപ്പോൾ 7:20 ആവുന്നത്.
ഇനി ഓവർടേക്ക് അടിക്കാനൊന്നും ഇല്ല. പക്ഷേ ഇവിടുന്ന് എപ്പോൾ വിടുമെന്ന് ആർക്കറിയാം. ഓവർടേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ട് പുറപ്പെട്ടോട്ടെ. ഇനി വേറെ വണ്ടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ വണ്ടിയുണ്ട്, കുറച്ച് ബാക്കിലാന്നേ ഉള്ളൂ. അപ്പോൾ ഇനി കോഴിക്കോട് ലക്ഷ്യമാക്കി പോവാണ്. നമ്മള് കോഴിക്കോട് എത്താറായപ്പോൾ തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. നമ്മുടെ വാസ്കോഡഗാമ വേളാങ്കണ്ണി എക്സ്പ്രസ് അങ്ങനെ കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ചവിട്ടുന്ന ലക്ഷണമുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ക്രൂ ചേഞ്ച് എവിടെയാണെന്ന് അറിയത്തില്ല. ഇനി കോഴിക്കോടാണോ ഷൊർണൂരാണോ എന്ന് അറിയത്തില്ല കേട്ടോ. മംഗലാപുരത്ത് നിന്ന് കയറിയ ലോക്കോ പാലസ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഷൊർണൂരായിരിക്കും. എവിടെയാണെന്ന് അറിയത്തില്ല, നോക്കാം. കോഴിക്കോട് ചവിട്ടി ഇനി ഇവിടെ എത്ര നേരം ഇടുമെന്നോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. നമ്മുടെ വാസ്കോഡഗാമ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. സെക്കൻഡ് പാർട്ടുണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്നതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ രാത്രിയിൽ എങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത് നമുക്ക് നോക്കണം. അപ്പോൾ വേളാങ്കണ്ണി വരെയുള്ള അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. കോഴിക്കോട് നിന്ന് വേളാങ്കണ്ണിയുള്ള യാത്ര അടുത്ത ദിവസം കാണാം. ബൈ.